മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ +1 വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നായ കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്ന MN വിജയൻ മാഷിന്റെ ഒരു ലേഖനമാണ്. അപ്പൊ ഈ പാഠഭാഗം ഇഷ്ടമാണോ നിങ്ങൾക്ക്? രസമുള്ള ഒരു പാഠഭാഗമാണ്. കുറച്ച് വായിച്ചു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം, അല്ലെ? അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പാഠഭാഗത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ എനിക്ക് കുറെ പേഴ്സണൽ മെസ്സേജുകൾ കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലുള്ള മക്കളായിരിക്കണം, അല്ലെ? നിങ്ങളിൽ പലരും അപ്പോൾ ടീച്ചറെ പരിചയമൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, അല്ലെ? അപ്പൊ കുറെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയാണ് നമുക്ക് പാഠഭാഗങ്ങൾ, ക്രിസ്മസ് എക്സാമിന് നമുക്ക് ചോദിക്കുന്ന പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഈ പാഠം ഉൾപ്പെടെ, അതായത് നമ്മളുടെ 3ാമത്തെ യൂണിറ്റിലാണ് കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം വരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ +1 വന്നതിന് ശേഷം, ജോയിൻ ചെയ്തതിന് ശേഷമുള്ള നമ്മളുടെ ആദ്യത്തെ പരീക്ഷയാണ്, അല്ലെ? നമ്മുടെ ആദ്യത്തെ പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓണപരീക്ഷ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം മുതലുള്ള പാഠഭാഗങ്ങൾ, അതായത് നമ്മളുടെ 1ാമത്തെ യൂണിറ്റ് മുതൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കിനാവ് എന്നാണ് നമ്മളുടെ 1ാമത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ സന്ദർശനം, ഓർമ്മയുടെ ഞരമ്പ്, വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ, മത്സ്യം, 2ാമത്തെ യൂണിറ്റ് കാഴ്ച, കായലരികത്ത്, സിനിമയും സമൂഹവും, കളവുപോയ സൈക്കിളും, കഴിഞ്ഞുപോയ കാലഘട്ടവും, കൈപ്പാട്, കേൾക്കുന്നുണ്ടോ. 3ാമത്തെ യൂണിറ്റ് ഉള്ളറിവാണ്. അതിൽ കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ, ഊഞ്ഞാലിൽ, അനർഘ നിമിഷം, ലാത്തിയും വെടിയുണ്ടയോ, ഉറവ് എന്ന് പറയുന്ന യൂണിറ്റില് പീലിക്കണ്ണുകൾ, അനുകമ്പ, മുഹയുദ്ദീൻ മാല വരെയാണ് നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുന്ന പാഠഭാഗങ്ങൾ ഇത്രയും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓണപരീക്ഷ ഒന്നും നടത്താത്തതുകൊണ്ട് തന്നെ ആദ്യം മുതലുള്ള ചാപ്റ്ററുകളിൽ നിന്നും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ ആദ്യം മുതൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ, അപ്പൊ നേരത്തെ പഠിച്ചതായിരിക്കും. ചിലപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഇത്രയും പാഠഭാഗങ്ങൾ എന്താണ്, ചിലപ്പോൾ 1-2 ചോദ്യങ്ങളായിരിക്കാം ഈ ഒരു ആദ്യത്തെ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. 1-2 ചോദ്യമാണെങ്കിൽ പോലും, അതിലേറെ ചോദ്യങ്ങൾ വന്നാൽ പോലും എന്താണ്, അതൊക്കെ നമ്മളുടെ മാർക്കിനെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് മലയാളം പോലൊരു വിഷയം എന്താണ്, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ തലകുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ അത് രസമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മലയാളവും വളരെ സിമ്പിളാണ്. ഓൾറെഡി സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാന്നൊക്കെ പറയുന്നത് മലയാളത്തെ സംബന്ധിച്ച് എന്താണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ 3ാമത്തെ യൂണിറ്റിലാണ്, അല്ലെ, ഏത് പാഠം എന്ന് പറയുന്നത്, കാവ്യകലയെ കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. അപ്പോൾ MN വിജയൻ മാഷാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. വളരെ മനോഹരമായി എന്ത് ചെയ്യാണ്, നമ്മളുടെ കാവ്യകലയെ കുറിച്ച്, അല്ലെ, പറയുകയാണ് ചെയ്യുന്നത് ഈ ലേഖനത്തിലൂടെ. അപ്പൊ എന്താ ഇപ്പൊ കാവ്യകല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കവിതയുടെ കലയാണോ, അല്ലെങ്കിൽ കാവ്യത്തിന്റെ കലയാണോ? എന്താണ് കാവ്യകല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെ? കവിത മനോഹരമായിട്ട് നമ്മൾ കവിത ചൊല്ലാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, പല പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്, അല്ലെ? അപ്പൊ എന്തായിരിക്കും കാവ്യഭാഷയെ കുറിച്ചാണ് ഈ ഒരു ലേഖനത്തില് MN വിജയൻ മാഷ് പറയുന്നത്, അല്ലെ? അപ്പൊ എന്തായിരിക്കാം കാവ്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണെടാ കാവ്യഭാഷ? നിങ്ങൾക്ക് എന്താ തോന്നണേ, എന്തായിരിക്കും കാവ്യഭാഷ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്? സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാവാൻ ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഇപ്പൊ നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കാം, പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മഴ നമ്മൾ നോക്കി നിൽക്കുകയാണ്, അല്ലെ? മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പുതിയ ചെടികൾ ഉണ്ടാവും, അല്ലെ? പൂക്കള്, അല്ലെ, ഉണ്ടാവണോ, തളിരുണ്ടാവുന്നു മരങ്ങളിൽ, അങ്ങനെ കുറെ മാറ്റങ്ങൾ പ്രകൃതിയിൽ നമ്മൾ കാണും, അല്ലെ? ഇപ്പൊ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഒരു കവിതയാണ്, ഒരു കാവ്യഭാഷയാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും അല്ല, അല്ലെ? ടീച്ചർ കുറെ കാര്യങ്ങൾ എന്തിനെ കുറിച്ച് പറഞ്ഞാണ്, മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന സമയത്തെ കുറിച്ച് പറഞ്ഞാണ്, അല്ലെ? അതേ സ്ഥാനത്ത് ഒരു കവിതയുണ്ട്, മലയാളത്തിൽ ഒരു പാട്ടൊക്കെ ആയിട്ടുണ്ട് പിന്നീട്, അല്ലെ? സിനിമാ പാട്ടൊക്കെ ആയിട്ടുണ്ട്. എന്താണത്? മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ഇതേതാ പാട്ട് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? അത് തന്നെ ഞാൻ പാടുന്നത് കൊണ്ട് ചിലപ്പോൾ എന്താണ്, അത് തന്നെയാണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാൽ അത് ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഒപ്പിച്ചതാണ് ഞാൻ പാടിയിട്ട്. അപ്പോൾ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്നാണ്. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കവിതയിലും പറഞ്ഞത്, അല്ലെ? പക്ഷെ ഇത് കാവ്യഭാഷയില് വളരെ മനോഹരമായ രീതിയിൽ പ്രണയത്തെക്കുറിച്ച്, അനുഭൂതിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, അല്ലെ, പുതിയ തളിരും പൂവും ഒക്കെ
അയക്കുന്ന പ്രതീക്ഷയെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങൾ എന്ത് ചെയ്യാണ് ഇതൊരു കവിതയായി മാറിയപ്പോൾ അതിന് പേരാണ് അല്ലെ. അതിനെയാണ് നമ്മൾ കാവ്യഭാഷ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരുപാട് കവിതകൾ ഉണ്ടാകുന്ന എന്തിലൂടെയാണ്? കാവ്യഭാഷയിലൂടെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ലേഖനത്തിലും എം.എൻ. വിജയൻ മാഷ് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? എന്താണ് കവിത, എങ്ങനെയാണ് ഒരു കവിത എഴുതേണ്ടത്, എന്താണ് കാവ്യഭാഷ അല്ലെ, ആരാണ് കവികൾ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ലേഖനം എന്ന് പറയുന്നത്. ഇനി എന്തിനാ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്നുള്ളതായിരിക്കും. അയ്യോ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ പാഠം എന്നൊക്കെ പലപ്പോഴും മക്കൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്തിനാ ഇത്തരം പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾക്കിടയിലൊക്കെ ആരും ഉണ്ടായേക്കാം, കവികൾ ഉണ്ടായേക്കാം അല്ലെ. ഒരു കവിത എഴുതുക എങ്ങനെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ കവിതയിലൂടെ. എന്തായിരിക്കണം പുതിയ കാലത്തെ ഒരു കവിത എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ലേഖനത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ എന്ത് പഠിച്ചു? എന്താണ് കവിത അല്ലെ. ഒരു കവിതയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. കവിത എഴുതിയ കവികളെ കുറിച്ച് നമ്മൾ പഠിച്ചു, ആ കവിത വിശകലനം ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കവിത എഴുതുന്ന ഭാഷയെ കുറിച്ചാണ്. എന്തായിരിക്കണം ഒരു കവിത എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായി എന്നാണ് പാഠപുസ്തകം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ ഒക്കെ വിചാരം. അതുകൊണ്ടാണ് ഇത്തിരി ആഴത്തിലൊക്കെയുള്ള പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു പാഠഭാഗം ബേസിക് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് മക്കൾക്ക് അല്ലെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞുതരാണ്. എന്താണ് കവിത, ആരാണ് കവി, എന്താണ് കാവ്യഭാഷ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എം.എം. വിജയൻ മാഷ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. മലയാളത്തിലെ പ്രമുഖ മനോവിജ്ഞാനീയ നിരൂപകനും പ്രഭാഷകനും. ചരിത്രം, സാമൂഹിക ശാസ്ത്രം, തത്വശാസ്ത്രം, മനഃശാസ്ത്രം അല്ലെ, ഇവയൊക്കെ സാഹിത്യ നിരൂപണത്തിലും വിമർശനത്തിലും ഒക്കെ പ്രയോഗിച്ച് മലയാളത്തിൽ പുതിയൊരു അപഗ്രഥന രീതി കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ആര്? എം.എൻ. വിജയൻ മാഷ്. ടീച്ചർ കുറച്ച് പാഠഭാഗത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. 1930 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 2007 അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ടുള്ളത്. ചിതയിലെ വെളിച്ചം, മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, മരുഭൂമികൾ പൂക്കുമ്പോൾ, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, അടയുന്ന വാതിൽ തുറക്കുന്ന വാതിൽ, വാക്കും മനസ്സും അല്ലെ, ഇങ്ങനെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട് എം.എൻ. വിജയൻ മാഷ് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാഠഭാഗം ടീച്ചർ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ഈ പാഠഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കവിതയെക്കുറിച്ച്, കവിതാ നിരൂപണത്തെക്കുറിച്ചും അത് പാരായണത്തെക്കുറിച്ചുമുള്ള പഴയ അല്ലെ പണ്ടുണ്ടായിരുന്ന കുറേ ചിന്തകളെ എന്താണ് മാറ്റി മറിക്കുന്ന ഒരു ലേഖനാണ്. അപ്പൊ എന്താണ് കവിത അല്ലെ, കവിത പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ കവിതയ്ക്ക് ഉണ്ടായിരുന്നു. വൃത്തം അല്ലെ, അലങ്കാരം അല്ലെ, ഇങ്ങനെയാണ് കവികൾ എഴുതേണ്ടത്, ഇങ്ങനെ കുറെ എന്താ പറയുക ചിട്ടകളും നിയമങ്ങളും ഒക്കെ കവിതയ്ക്ക് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പൊളിച്ചെഴുതി പുതിയ കാലത്ത്, ആധുനിക കാലത്ത്, ഉത്തരാധുനിക കാലത്ത് കവിതകൾ എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് അത് വായിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് എം.എം. വിജയൻ മാഷ് പറയുന്നത്. ഓക്കെ. അപ്പോ എന്താണ് അപ്പൊ കാവ്യകലയെക്കുറിച്ച് അല്ലെ, കാവ്യകലയെക്കുറിച്ചുള്ള എം.എം. വിജയൻ മാഷിന്റെ ചില നിരീക്ഷണങ്ങളാണ്. അപ്പൊ മാറിയ കാലത്ത് കവിതകൾ വായിക്കേണ്ടത് എന്താണ്? പുതിയ ഉൾക്കാഴ്ചയോടെ എന്നാണ്. അപ്പൊ നമ്മൾ 10, 20, 25 പോട്ടെ 10 വർഷം മുമ്പേയുള്ള ജീവിത ലൈഫ് സ്റ്റൈലേ അല്ല നമ്മളിപ്പോ ജീവിക്കുന്നത് അല്ലെ. ഒരു 10 വർഷം മുന്നേ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇതേപോലെ നമ്മൾ ഒരിക്കലും അല്ലെ പഠിക്കേണ്ടി വരും അല്ലെ, നമ്മൾ ഓൺലൈനിൽ കൂടെ പഠിക്കേണ്ടി വരും, മൊബൈലിൽ ഇരുന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. ഇതൊന്നും നമ്മൾ സങ്കല്പിക്കാത്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഒരു 10 വർഷത്തിന്റെ ഇപ്പുറത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച്, അതേപോലെ നമ്മുടെ സംസ്കാരം, ഇതൊക്കെ ടപ്പേന്ന് മാറുകയാണ് അല്ലടാ. അപ്പൊ ആ ഒരു മാറ്റത്തെ എന്ത് ചെയ്യുന്നു സാഹിത്യ ലോകം ഉൾക്കൊള്ളാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ കാലത്ത് ഉണ്ടായ പോലെയുള്ള സിനിമകളാണോ പുതിയ കാലത്ത് ഉണ്ടാവുന്നത്? ഒരുപാട് മാറ്റങ്ങൾ ഈ സിനിമയ്ക്ക് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ കാലത്തെയും മാറ്റങ്ങളെ എപ്പോഴും കാണിക്കുന്ന എന്തിലൊക്കെയാണ്? സാഹിത്യകൃതികളില് അല്ലെ, സാഹിത്യ കലകളിലൊക്കെയാണ് ഈ പറയുന്ന കാലത്തിന്റെ മാറ്റങ്ങളെ ഏറ്റവും എന്താ പറയാ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യണോ കവിതയിലും സാഹിത്യകൃതികളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ പഴയ കാലത്ത് അപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ് പുതിയ കാലത്തെ മാറുന്ന ജീവിത രീതികൾ എന്ത് ചെയ്യുന്നു കവിതകളിലൂടെ നമ്മൾ പ്രതിഫലിക്കുകയാണ് അല്ലെങ്കിൽ കാണുകയാണ് അല്ലെ. അപ്പൊ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദങ്ങളും സന്ദർഭങ്ങളും അതത് കാലത്തെ സാമൂഹിക അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കവിതയിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ. അപ്പൊ പഴയ കാലത്തെ പോലെ കവിതകൾ എഴുതിയിട്ട് കാര്യമുണ്ടോ? കാലം മാറി. അപ്പൊ അതിനനുസരിച്ചുള്ള കവിതകളാണ് നമ്മൾ പഠിക്കണേ. മത്സ്യം എന്ന് പറയുന്ന കവിത
അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കവിതയാണല്ലോ മത്സ്യം എന്ന് പറയുന്ന കവിത, അല്ലെ? അതില് നമ്മൾ പ്രത്യക്ഷത്തിൽ വായിക്കുന്ന സമയത്ത് ഒരു മീനിനെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്, മത്സ്യം. പക്ഷെ ഈ മത്സ്യം എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണ്? മറ്റു പലതിന്റെയും പ്രതീകമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു വാക്കിന് തന്നെ ഒന്നിലേറെ അർത്ഥങ്ങൾ ഉണ്ടാവുന്നതാണ് പുതിയ കാലത്തെ, അല്ലെ, ഉത്തരാധുനിക കവിതകൾ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ മീനിനെ കുറിച്ചായിരിക്കും, എന്നാൽ പിന്നെ അതിനകത്ത് മീനിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു വാക്കിന് തന്നെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കവിതയിൽ തന്നെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു അർത്ഥമായിരിക്കും, പക്ഷെ നമ്മൾ ആ കവിത വായിച്ചു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് പല, അല്ലെ, അനേകം അർത്ഥങ്ങളുള്ള ഒന്നായിട്ട് എന്ത് ചെയ്യാണ്, കവിത മാറുകയാണ്. അപ്പൊ പദങ്ങളുടെ നൃത്തമാണ് കവിത, അല്ലെ? ഇപ്പം വിജയമാഷ് പറയുന്നത് എന്താണ്? അപ്പൊ അർത്ഥഗർഭമായിട്ട്, അല്ലെ, വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് കവിത എന്നാണ് പറയുന്നത്, അല്ലെ? അർത്ഥമുള്ള വാക്കുകളായിരിക്കണം. ആ വാക്കുകൾ എന്താണ്, ഒരു വാക്കിന് തന്നെ എന്ത് ചെയ്യണം, അനേകം അർത്ഥങ്ങൾ ഉണ്ടാവണം കവിതയിൽ. അപ്പൊ അങ്ങനെയുള്ളതാണ് എന്ത്, കവിത എന്ന്. നേരെ ചൊവ്വേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. എന്ത്, മഴ പെയ്യുന്നു, ചെടി ഉണ്ടാവുന്നു, പൂക്കൾ ഉണ്ടാവുന്നു, അതെന്തല്ല, കവിതയല്ല, അല്ലെ? അതിലെന്ത് ചെയ്യണം, ഒരു കവിതയിൽ തന്നെ, അല്ലെ, ഒരു വാക്കിൽ തന്നെ എന്താണ്, അനേകം അർത്ഥം ഉണ്ടാവും. നേരിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, അത് കവിതയല്ല, അല്ലെ? നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി, അല്ലെ, നമ്മളിങ്ങനെ ആശയം കണ്ടുപിടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് മികച്ച കവിതയാവുന്നത് എന്നാണ് എം വിജയമാഷ് പറയുന്നത്, അല്ലെ? അപ്പൊ പറയാനുള്ളത്, നേരെ ചൊവ്വേ പറയുന്നത് എന്താവില്ല, കവിതയാവില്ല. ഒന്നിലധികം അർത്ഥം ഒളിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾ തെരഞ്ഞെടുത്ത് അത്ഭുതകരമായിട്ട് വിന്യസിക്കുന്നതാണ് ഒരു ഉത്തമ കവിത എന്നാണ് പറയുന്നത്, കേട്ടോ. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, വൈലോപ്പിള്ളിയുടെ, എം വിജയമാഷിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവിയായിരുന്നു ആര്, വൈലോപ്പിള്ളി, അല്ലെ? വൈലോപ്പിള്ളിയുടെ കവിതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, ഊഞ്ഞാലിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വൈലോപ്പിള്ളിയുടെ സഖ്യന്റെ മകൻ എന്ന് പറയുന്ന കവിതയില് പൊൽത്തിടം പേറി ദേവൻ പെരുമാറും അപ്പേരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ, അല്ലെ? കുറെ പിശാചുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട്. മസ്തക കടാഹം എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് കവി പറയുന്നത്? ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാവണം, അല്ലെ? നേരിട്ട് അങ്ങ് പറയുന്നതല്ല കവിത എന്നതിന് ഉദാഹരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വൈലോപ്പിള്ളിയുടെ വരികൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ, അല്ലെ? സഹ്യന്റെ മകൻ എന്ന് പറയുന്ന കവിതയിലെ വരികൾ കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഇങ്ങനെ അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ വെച്ചിട്ടുള്ള ഒരു ആനയാണ് എന്ത് ചെയ്യുന്നത്, ഈ വരിയിൽ പറയുന്നത്. ശ്രദ്ധിക്കണേ, അമ്പലത്തിൽ നമ്മളിങ്ങനെ എഴുന്നള്ളിക്കാനൊക്കെ ആനയെ നമ്മൾ കാണാറില്ലേ, പല അമ്പലത്തിലുള്ള ഉത്സവങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെ? അങ്ങനെ എഴുന്നള്ളിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ആനയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ആനയുടെ മതം പൊട്ടി എന്ന് പറയുന്ന ആശയം, അല്ലെ? ആനയ്ക്ക് മതം പൊട്ടി എന്ന് നേരിട്ട് പറയാതെ ആ ആനയ്ക്ക് മതം പൊട്ടിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ആശയത്തെ എന്ത് ചെയ്യാണ്, വളരെ മനോഹരമായ രീതിയിൽ കാവ്യ ഭാഷയിലൂടെ കൂടെ എന്ത് ചെയ്യാണ്, വൈലോപ്പിള്ളി എഴുതിയിരിക്കുന്നതാണത്. നേരിട്ട് പറഞ്ഞാൽ പോരെ രണ്ട് വരിയിൽ ആനയ്ക്ക് മതം പൊട്ടിയെന്ന്, അല്ലെ? എന്നാൽ എങ്ങനെ അദ്ദേഹം പറഞ്ഞത്? അതായത് പല അർത്ഥങ്ങളാണ് ഈ കവിതയിലുള്ളത്. പൊൽത്തിടം പേറി ദേവൻ പെരുമാറും അപ്പരും മസ്തക കടാഹത്തിൽ, അല്ലെ? ഇങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന ആനയുടെ മസ്തക തലയിനുള്ളിൽ എന്ത് ചെയ്യുന്നടാ, മന്ത്രിപ്പൂ പിശാചുക്കൾ എന്ത് ചെയ്യാണ്, ആനയുടെ തലയിൻ്റെ ഉള്ളിൽ മന്ത്രിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഇവിടെ പിശാചുക്കളെ, അല്ലെ, തലയിൽ മന്ത്രിക്കുന്ന പിശാചുക്കളെ എന്ത് ചെയ്യുന്നു, ഉൽപ്പത്തി കഥയിലെ സങ്കല്പത്തെയുമാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്, കേട്ടോ. അപ്പൊ മസ്തകം എന്ന് പറയുന്നത് ഫ്രോയിഡിന്റെ സൂപ്പർ ഈഗോയെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതേപോലെ ഈ മന്ത്രിക്കുന്ന പിശാചുക്കൾ എന്ന് പറയുന്നത് എന്താണ്, ഉൽപ്പത്തി, ആദം ഹവ്വ, അല്ലെ, ചെവിയിലെ സർപ്പം വന്ന് മന്ത്രിക്കുന്ന കഥയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു ഉൽപ്പത്തി കഥയുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ 4 വരിയിൽ എന്തൊക്കെ കാര്യങ്ങളാ വൈലോപ്പിള്ളി പറഞ്ഞത്, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, നമുക്കൊക്കെ എഴുതാൻ പറ്റുമോ അങ്ങനെ, അല്ലെ? അപ്പൊ അത്ര മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വാക്കിന്, അല്ലെ, 4 വരിക്കുള്ളിലേക്ക് എന്ത് ചെയ്യാണ്, വരിയിൽ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിലുള്ള അർത്ഥങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, സംയോജിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്, കേട്ടോ. അപ്പൊ പുതിയ കാലത്തെ കവിത എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ നൽകുന്നതായിരിക്കണം. ഒറ്റ വാക്കിൽ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാവുന്ന ഒന്നും ആവരുത്, അല്ലെ? അങ്ങനെയുള്ളതൊന്നും എന്തല്ല, മികച്ച കവിതയല്ല എന്ന് വിജയൻ മാഷ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്ന വരികളാണ് ഇവിടെയുള്ളത്. ഓക്കെ, അതേപോലെ ആധുനിക മനുഷ്യന്റെ മാനസിക അവസ്ഥയിൽ എന്ത് ചെയ്യണോ, ഈ ആന എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തലത്തെ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ജമാഷ് സൂചിപ്പിക്കുന്നത്, കേട്ടോ. അതേപോലെ ലളിതമായിട്ടുള്ള പദങ്ങൾ പ്രാസവും വൃത്തവും ഒപ്പിച്ച് നിരത്തുന്നതായിരുന്നു എന്ത്, പഴയ കാലത്തെ കവിതകൾ. ആർക്കും എഴുതാൻ പറ്റുമായിരുന്നു, അല്ലെ? പണ്ടുള്ള കാലത്ത് എന്താണ്,
രാജാക്കന്മാരെ സോപ്പിടാൻ വേണ്ടി, അല്ലെങ്കിൽ ഭക്തി, അല്ലെ, അങ്ങനെ പല പല തരത്തിലുള്ള എന്തെഴുതിയാലും കവിതയാവുന്ന കുറച്ച് വൃത്തവും പ്രാസവും അല്ലെ കുറച്ച് വാക്കുകളൊക്കെ മനോഹരമായി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കവിതയാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ കവിത എന്ന് പറയുന്നത് എന്താണ്? വികസിതമായ വിജ്ഞാനവും അനുഭൂതി മണ്ഡലങ്ങളും എന്ത് ചെയ്യാണ്? കവിതയെ സങ്കീർണമാക്കി തീർക്കാണ്. പുതിയ കാലത്ത് എന്ത് സംഭവിക്കുന്നു? കുറെ കൂടെ ആഴത്തിലുള്ള വായന ഉണ്ടാവുന്നു. ലോകം മാറുന്നതിനനുസരിച്ച് പല സങ്കീർണമായ കാഴ്ചപ്പാടുകളും എന്ത് ചെയ്യാണ്? കവിതയിലേക്ക്, ആശയതലത്തിലേക്ക് കടന്നു വരികയാണ് അല്ലെ. കാവ്യത്തിന്റെ ആവിഷ്കാരത്തിലും ആസ്വാദനത്തിലും ഒക്കെ എന്ത് ചെയ്യാണ്? പുതിയ കാലത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ കടന്നു വരണം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എന്തിനു പറയുന്നത്? ആംബിഗ്യൂറ്റി അല്ലെങ്കിൽ അവ്യവസ്ഥിതത്വത്തെ എന്ത് ചെയ്യുന്നു? കവിതയുടെ ഏറ്റവും നല്ല ഗുണമായിട്ട് MN വിജയമാഷ് വിലയിരുത്തുകയാണ് അല്ലെ. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അർത്ഥമല്ല അല്ലെ, അതിനപ്പുറമുള്ളതാണ് എന്ത്? കവിത എന്നാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? പേന, തൂലിക അല്ലെ, ഇത് രണ്ടും ഒരേ അർത്ഥമാണ് അല്ലെ. അപ്പൊ ഈ പദങ്ങൾ ഉദാഹരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവ്യവസ്ഥിതത്വത്തെ എന്ത് ചെയ്യുന്നത്? MN വിജയമാഷ് വിശദീകരിക്കുന്നത് അല്ലെ. അപ്പൊ പേന എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നുള്ളൊരു അർത്ഥം മാത്രമാണ് പേനയ്ക്കുള്ളത്. തൂലിക എന്ന് പറയുന്ന സമയത്തോ ഇതാണ് പേന, ഇതാണ് തൂലിക അല്ലെ. തൂലിക എന്താണ്? തൂവലിൽ നിന്ന് അല്ലെ, നമ്മൾ ഒരു പക്ഷിയുടെ, ജീവനുള്ള പക്ഷിയുടെ ശരീരത്തിൽ നിന്ന് പിഴുതെടുക്കുന്നതിനാണ് നമ്മൾ തൂവൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതൊരു ജീവന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അത് ആ ജീവനിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. ചിലപ്പോൾ ചോര പൊടിയുന്നുണ്ടാവണം അല്ലെ. അപ്പൊ വിപ്ലവാത്മകമായിട്ടുള്ള ഒരുപാട് കവിതകൾ, ചോര പൊടിയുന്ന കവിതകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു ജീവൻ കൊടുക്കുന്ന ഒന്നിനെയാണ് നമ്മൾ കവിത എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ തൂലിക ഉപയോഗിച്ച് എഴുതുന്നു എന്നുള്ള അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ എന്ത് ചെയ്യും? തൂലിക എന്നുള്ള ഒരു ഒറ്റ പദത്തിന് നമുക്ക് ലഭിക്കുകയാണ്. പേന എന്ന് പറഞ്ഞാൽ എഴുതാൻ ഉപയോഗിക്കുന്നുള്ള ഒരു സാധനം എന്ന് മാത്രമാണ് അതിന് വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാണ് അല്ലെ? പദം അല്ലെ, ഒരു പദത്തിന് എന്ത് ചെയ്യുന്നു? അനേകം കാര്യങ്ങളുണ്ട്. അപ്പൊ തൂലിക എന്ന് പറയുമ്പോൾ പക്ഷി അല്ലെ, അത് പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ഒരൊറ്റ വാക്കിലൂടെ സൂചിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ കവികൾ സ്വീകരിക്കുന്ന പദങ്ങള്, പ്രയോഗിക്കുന്ന ബിംബങ്ങള്, ഇവയുടെ അർത്ഥം നിർണയിക്കുന്നത് എന്ത് കൂടെയാണ്? ഓരോ കാലഘട്ടം കൂടെയാണ് എന്നാണ് പറയുന്നത്. അതായത് കവികൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു കവി എഴുതുന്ന കവിതയിലുള്ള വാക്കുകള് അല്ലെ, അതിലുള്ള ബിംബങ്ങളൊക്കെ എന്താണ്? ഈ ഒരു കാലഘട്ടത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ പദങ്ങൾക്ക് അർത്ഥം അല്ലെ നൽകപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പഴയ കാലത്തെയും അല്ലെ കുറെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അത് പറയുന്നുണ്ട്. അതായത് ഈ വാക്കുകൾക്ക് കാലത്തിനും സന്ദർഭത്തിനും ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യണു? മാറ്റം സംഭവിക്കുന്നു പറയുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ് കേട്ടോ. അതായത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം വാഴപ്പഴങ്ങളെ അല്ലെ, വാഴപ്പഴം അല്ലെ, ബനാന, ഈ വാഴപ്പഴത്തിന് എന്തായിട്ട് സങ്കല്പിക്കുകയാണ്? വൈഡൂര്യവും ഗോമേതകവുമായിട്ട് സങ്കല്പിക്കുന്നു. ഗോമേതകമിഴി മിന്നും കാഞ്ചന സിംഹാസനമതിൽ മുത്തുക്കുടയും ചൂടിയിരിപ്പു മൂവുലകാണ്ട മഹാബലി മന്നൻ. ഈ ഗോമേതകത്തെ എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നവരത്നങ്ങളിൽ ഒന്നാണ്. എവിടെയായിരുന്നു കേട്ടത്? നമ്മുടെ ഓണമുറ്റത്ത് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ, എത്ര പെട്ടെന്ന് മറന്നു നിങ്ങളെ, പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഗോമേതകം, വൈഡൂര്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? രത്നങ്ങളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ 18ാം നൂറ്റാണ്ടിലുള്ള ആര് കണ്ടിട്ടുണ്ടാവും? കുഞ്ചൻ നമ്പ്യാർ കണ്ടിട്ടുണ്ടാവും. മൂപ്പർക്ക് പരിചയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഭരണകാലത്തുള്ള ആളാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ മൂപ്പർക്ക് ചിലപ്പോ ചില ചെങ്കദളി ഉണ്ടാവാം അല്ലെ, നല്ല മഞ്ഞ കളറുള്ള എന്താ പറയാ രത്നങ്ങളും വൈഡൂര്യവും ഒക്കെ ഉണ്ടാവാം അല്ലെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഈ വാഴത്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ പല കളർ ഷെയ്ഡിലുള്ള, അതായത് ചെറിയ ചുമപ്പ്, ഓറഞ്ച് കളറ്, ചെറുത് നല്ല മഞ്ഞ, ലൈറ്റ് മഞ്ഞ, അങ്ങനെ പല കളറിലുള്ള പഴങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പഴങ്ങളുടെ ഷെയ്ഡ്സിന്, പല പല നിറങ്ങളിലുള്ള വാഴപ്പഴങ്ങളെ എന്തായിട്ടാണ് സങ്കല്പിക്കുന്നത്? ഗോമേതകവും വൈഡൂര്യവുമായിട്ട് എന്ത് ചെയ്യുന്നു? കുഞ്ചൻ നമ്പ്യാർ സങ്കല്പിക്കാണ്. അദ്ദേഹം 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചാണ്. മൂപ്പർക്ക് എന്ത് കണ്ട് പരിചയം ഉണ്ടാവണം? വൈഡൂര്യവും ഗോമേതവും ഒക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള അർത്ഥങ്ങൾ എന്ത് ചെയ്യാണ്? ഈ പദത്തിന് കൊടുക്കാണ്. എന്നാൽ ഇതേ വാഴപ്പഴത്തെ ചങ്ങമ്പുഴ എങ്ങനെയാണ് സങ്കല്പിച്ചത്? മലയപുലയന്റെ അല്ലെ, വേദനയുടെ, വിശപ്പിന്റെ, പട്ടിണിയുടെ പ്രതീകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പിച്ചിട്ടുള്ളത്. അതായത് ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം എന്ത് സൂചിപ്പിക്കുന്നു? അന്നത്തെ അല്ലെ ജന്മി കുടിയാൻ ബന്ധത്തിലെ അനീതിയുടെ വേദനയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം വാഴക്കുലയെ സങ്കല്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണത്? ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഈ ജന്മിമാരുടെ പാടത്താണ് എന്ത് ചെയ്യുന്നത്? പാവപ്പെട്ട കർഷകർ ഈ വാഴക്കുലയോ അല്ലെ നെല്ലും കൃഷിയും ഒക്കെ ഉണ്ടാക്കുന്നത്. ആരുടെ പാടാണ്? തമ്പ്രാന്റെ പാടാണ്. ഇതൊക്കെ വാഴപ്പഴമൊക്കെ മൂത്ത് പഴുത്ത് പാകമായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവന്റെ കുട്ടിയോട് നോക്കി നോക്കിയിരുന്ന് ആശിച്ചിരുന്ന വാഴപ്പഴം ആര് പറിച്ചുകൊണ്ട് കൊണ്ടുപോകും?
തമ്പ്രാൻ കൊണ്ടുപോകും അല്ലെ. അത് പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, വേദനയുടെ പര്യായമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചങ്ങമ്പുഴ ജീവിച്ച കാലഘട്ടം അല്ലെ. അപ്പൊ അതത് കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അർത്ഥം മാറുന്നു. തീർന്നില്ല, ഇനിയും തന്നിട്ടുണ്ട് അല്ലെ. മേഘത്തെ കാളിദാസൻ എന്തായിട്ടാണ് സങ്കല്പിച്ചത്, സന്ദേശവാഹകനായിട്ടാണ്. ഇന്നത്തെ പോലെ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അല്ലെ, ഹലോ ഹായ് ഡിയർ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലത്താണ് ആര് ജീവിച്ചത്, കാളിദാസൻ അല്ലെ. അപ്പൊ കാളിദാസന്റെ നായകൻ യക്ഷൻ എന്നാണ് മേഘസന്ദേശത്തിലെ നായകന്റെ പേര്. മൂപ്പര് ഭാര്യനെ പിരിഞ്ഞ് ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ മൂപ്പർക്ക് ഭാര്യയ്ക്ക് കത്തയക്കാനുള്ള വഴിയൊന്നുമില്ല. അപ്പൊ മൂപ്പർ ഇങ്ങനെ പോകുന്ന മേഘത്തിനോടാ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവളോട് ഈ കുറച്ച് കാര്യം പറയോ. അങ്ങനെ മേഘത്തിലൂടെ എന്ത് ചെയ്യാണ്, സന്ദേശം അയക്കാണ്. അപ്പൊ മേഘം എന്ന് പറയുന്നത് കാളിദാസന് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു, സന്ദേശവാഹകനാണ്, ഹംസമാണ്, ദൂത അയക്കുന്ന ഒരാളാണ്. കാലം മാറി അല്ലെ. കാലം മാറി വള്ളത്തോളിന്റെ കാലമായപ്പോൾ ഈ മേഘം എന്തായി മാറുകയാണ്, വള്ളത്തോള് നൂൽക്കുന്നതിനുള്ള പരുത്തിയായിട്ട്. സ്വാതന്ത്ര്യ സമരം ആ കാലഘട്ടത്തിലാണ് അല്ലെ. അപ്പൊ പരുത്തിയിൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം നമ്മളുടെ മനസ്സിലൊക്കെ ഉള്ളതാണ് അല്ലെ. അപ്പൊ ആ കാലഘട്ടം ആയപ്പോൾ എന്ത് ചെയ്യുന്നു, മേഘത്തിന്റെ അർത്ഥം മാറി അല്ലെ. ആ പരുത്തിയുടെ എന്താണ് കൊട്ടയായിട്ട് എന്തിനെ കാണുകയാണ് വള്ളത്തോള്, ഈ പറയുന്ന മേഘത്തെ കാണുകയാണ് അല്ലെ. അതേ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, ഉത്തരേന്ത്യയില് അല്ലെ അനുരാഗം ഉണർത്തുന്ന ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു, മേഘത്തെ കാണാണ്. കേരളത്തിലോ 4-5 മാസം, ഇപ്പൊ പിന്നെയും മാറി അല്ലെ, എങ്കിലും കുറെ കാലം മഴ ലഭിക്കുന്ന നാടാണ് ഇത് നമ്മളുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ആളുകൾക്ക് മേഘത്തെ കാണുമ്പോൾ റൊമാൻസ് വരികയാണെങ്കിൽ പിന്നെ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിനും ഒക്കെ എന്ത് ചെയ്യണോ, അനുസരിച്ച് ഈ പദങ്ങളുടെ അർത്ഥത്തിന് വ്യത്യാസം സംഭവിക്കുന്നുള്ളതാണ് കവികൾ പറയുന്നത് അല്ലെ. അപ്പൊ എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് ആര് കാണുന്നത്, കവികൾ കാണുന്നത് എന്നാണ് ഈ ഒരു കവിതയിലൂടെ എന്ത് ചെയ്യുന്നത്, വിജയമാഷ് വിവരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഓരോ കവിയും എന്ത് ചെയ്യുന്നു, തന്റെ ഇഷ്ടം പോലെയാണ് എന്ത് ചെയ്യുന്നത്, ലോകങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളുടെ നവനവങ്ങളായ പുതുലോകങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് മഹാകവികൾ എന്നാണ് എം വിജയമാഷ് പറയുന്നത്. എന്താ പറയുന്നത്, അതായത് അനുഭവങ്ങളുടെ പുതിയ ലോകങ്ങൾ എല്ലാവരും ഒരേപോലെ എഴുതി കഴിഞ്ഞാല് എന്താ രസമുള്ളത്, ഒരു കവിത വായിച്ചപ്പോലെ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുന്നത് അല്ലെ. അർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിന് തന്നെ അനേകം അർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് വായിച്ചാൽ അല്ലെ അനേകം എന്താ പറയാ, അതിന്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതാണെന്ത് അല്ലെ ആ കവിത എന്ന് പറഞ്ഞ ധന്വാർത്ഥങ്ങൾ ഉള്ളതാണ് അല്ലെ. ആനന്ദവർദ്ധനെ പോലെയുള്ള വലിയ ആളുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കവിത എന്ന് പറയുന്നത് എന്തായിരിക്കണം, കാവ്യഭാഷ എന്താണ്, മികച്ച കവി ആരാണ് അല്ലെ എന്നൊക്കെ പറയുന്നതിന്റെ ഉത്തരമാണ് ഈ ഒരു ലേഖനത്തിലൂടെ എന്ത് ചെയ്യുന്നത്, എം വിജയമാഷ് മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കുക. അപ്പൊ ഇതേപോലെ എന്താണ്, ഇനി വളരെ കുറച്ച് ദിവസമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ ഇതേപോലെ മക്കൾക്ക് ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങൾ ആവശ്യമുണ്ട് അല്ലെ, പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അപ്പൊ ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആയിട്ടുള്ള അല്ലെ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, വേഗം അത്തരം പാഠഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് നമുക്ക് ടീച്ചർക്ക് ചെയ്തു തരാൻ പറ്റും. അതുപോലെ നമുക്ക് ലൈവുകളും ക്ലാസ്സുകളും ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് മലയാളത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്ന രീതിയിൽ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ ഏറ്റവും കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.